ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതിനെ പറ്റി താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? കേരളത്തിൽ ആകമാനം നടക്കുന്ന മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വിളയൂർ ഗ്രാമപഞ്ചായത്തിലും ഹരിതകർമ്മസേന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിളയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മുന്നണി പോരാളികളായ ഹരിതകർമ്മ സേന പ്രവർത്തകരാണ്. ഇവിടെ 30 ഹരിതകർമ്മ സേന പ്രവർത്തകരാണ് ഈ പഞ്ചായത്തിലുള്ളത്. ഓരോ വാർഡിലും 2 ആളെ വെച്ച് 30ഓളം ആളുകളാണ്. ഓരോ വീടുകളും കയറി ഇറങ്ങിക്കൊണ്ട് ഖരമാലിന്യങ്ങളെല്ലാം സംസ്കരിച്ച് പ്രത്യേക സ്ഥലങ്ങളിൽ ശേഖരിച്ച് വെച്ചുകൊണ്ട് അതെല്ലാം ക്രോഡീകരിച്ച് എല്ലാം ഒരു പഞ്ചായത്തിൻ്റെ മൊത്തമായുള്ള ഒരു MCFൽ എത്തിച്ച് അവിടുന്ന് സെഗ്രിഗേഷൻ നടത്തി പിന്നെ തരംതിരിച്ച് ഇവിടെ നിന്ന് മാലിന്യങ്ങൾ കയറ്റി അയക്കുന്ന ഒരു രീതിയാണ് ഒരു ഗ്രാമപഞ്ചായത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം ഘട്ടത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മാത്രം നമ്മൾ ശേഖരിച്ചിരുന്നത് മാറി എന്തെല്ലാം മാലിന്യങ്ങൾ ഖരമാലിന്യങ്ങൾ എന്തെല്ലാം ഉണ്ട്, കുപ്പിച്ചില്ല്, അതുപോലെ ഇലക്ട്രോണിക് സാധനങ്ങൾ, തെർമോക്കോൾ പോലെയുള്ള ചെരുപ്പ് മുതൽ എല്ലാവിധ ഖരമാലിന്യങ്ങളും നമുക്ക് സംസ്കരിക്കാൻ ബുദ്ധിമുട്ടുള്ള എല്ലാ ഖരമാലിന്യങ്ങളും അത് ശേഖരിച്ചുകൊണ്ട് മാലിന്യമുക്തമായ ഒരു വിളയൂർ ഗ്രാമപഞ്ചായത്ത് എന്ന സ്വപ്നത്തിലേക്ക് ഞങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആളുകളുടെയും പ്രതികരണങ്ങൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ 50 രൂപ തന്നുകൊണ്ട് ഈ മാലിന്യങ്ങൾ നമുക്ക് തരാതെ അത് കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എങ്കിൽ ഇന്ന് ഓരോ വീടുകളും ഞങ്ങളുടെ വീട്ടിലേക്ക് എന്തുകൊണ്ട് ഞങ്ങളുടെ ഈ ഖരമാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ശേഖരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ആളുകൾ താല്പര്യത്തോടു കൂടി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഈ വിളയൂർ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഭാവിയിൽ സമ്പൂർണ്ണ മാലിന്യ മുക്ത പഞ്ചായത്തായി മാറാൻ ഈ പ്രവർത്തകരുടെ അവരുടെ ഉത്സാഹം കൊണ്ടും അവരുടെ കഠിനമായ പ്രയത്നം കൊണ്ടും സാധിക്കുമെന്ന ഒരു പ്രതീക്ഷയിലാണ് വിളയൂർ ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ പട്ടാമ്പി ഉപജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് മീഡിയ ആൻഡ് പബ്ലിസിറ്റി HM ഫോറമാണ് നടത്തുന്നത്. അപ്പോൾ HM ഫോറം മീഡിയ ആൻഡ് പബ്ലിസിറ്റിയുടെ കൺവീനർ ആയിട്ടുള്ള മനോജ് സാർ നമ്മളോട് ഇപ്പോൾ സംസാരിക്കുകയാണ്. പതിവിലും വിപരീതമായിട്ട് പ്രാവശ്യം പിന്നെ പട്ടാമ്പി ഉപജില്ലാ ഹെഡ് മാസ്റ്റേഴ്സ് ഫോറമാണ് മീഡിയ ആൻഡ് പബ്ലിസിറ്റി നടത്തുന്നത്. ഈ മീഡിയ ആൻഡ് പബ്ലിസിറ്റിയിൽ സാധാരണ അതിൻ്റെ പബ്ലിസിറ്റി ഓരോ പിന്നെ കലോത്സവവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഓരോ കാര്യങ്ങളുടെയും പബ്ലിസിറ്റി വളരെ ഗംഭീരമായിട്ട് തന്നെ പ്രാവശ്യം ബാനറുകൾ, ബോർഡുകൾ, കവാടങ്ങൾ ഇതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്രാവശ്യം ഞങ്ങൾ ഒരു റേഡിയോ ചിലങ്ക എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം, ഒരു ബ്രോഡ്കാസ്റ്റിംഗ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതായത് എല്ലാ കമ്മിറ്റി കൺവീനർമാരും അവരുടെ കമ്മിറ്റിയുടെ കാര്യങ്ങൾ, അവരിതുവരെയുള്ള കാര്യങ്ങൾ ഒരു റേഡിയോ ചിലങ്ക എന്ന പേരിൽ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. ആ പരിപാടിയിലൂടെ തന്നെ നല്ല ജനശ്രദ്ധ പിടിച്ചു വരുത്താനും ഈ പരിപാടിയുടെ മൊത്തം പബ്ലിസിറ്റി നടത്താനും നമുക്ക് കഴിയുന്നുണ്ട്. നമസ്കാരം, എൻ്റെ പേര് പ്രശു. ഇന്നിപ്പോൾ ഞങ്ങൾ 3 പേരാണ് ഹെൽപ്പ് ഡെസ്കിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളത്. ഹയർ സെക്കൻഡറിയിൽ നിന്ന് എൻ്റെ റാങ്ക് CPL ആണ്. CPL റാങ്കിൽ തന്നെയുള്ള അനസൂയ, പിന്നെ ഞാൻ ഹൈസ്കൂളിലുള്ള ഒരു കുട്ടിയാണ് ഞാൻ ഹെൽപ്പിന് വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ പ്രീ പ്രൈമറി കലോത്സവമാണ്. അവരുടെ കലോത്സവം ഒരു മത്സരം പോലെയല്ല, അവരുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു വേദി എന്നുള്ള രീതിയിലാണ് നടത്തുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇത്രയും തിരക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ നന്നായിട്ട് ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾ ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. വരുന്നവർക്കെല്ലാം പ്രോഗ്രാമും അവരുടെ ഫുഡിൻ്റെ കൂപ്പൺ അങ്ങനത്തെ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ഞങ്ങളിവിടെ